അമേരിക്കയിലെ ടെക്സസിലെ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും മരണസംഖ്യ ഉയരുകയാണ് കേട്ടോ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി പെയ്യുന്ന ആ തോരാമഴയിൽ ഇതുവരെ 109 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. ഈ മരിച്ചവരിൽ 28 പേർ കുഞ്ഞുങ്ങളാണ്. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. സമ്മർ ക്യാമ്പിൽ നിന്നും കാണാതായ വിദ്യാർത്ഥികൾക്കും ട്രെയിനർക്കുമായുള്ള തിരച്ചിലും തുടരുകയാണ്. അഖില രവീന്ദ്രനുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നമുക്കൊപ്പം. അഖില, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലോ അഖില. അതെ, സേതു സൂചിപ്പിച്ച പോലെ തന്നെ തോരാ മഴ തന്നെയാണ്. ആ മഴയിൽ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ടെക്സസിൽ നിന്ന് വരുന്നത്. 109 മരണസംഖ്യ. ഇതിൽ കാണാതായവരുടെ എണ്ണം 180 എത്തുകയാണ്. അതിൻ്റെ ഭീതി എത്രത്തോളം എന്ന് വെളിവാകുന്നതാണ്. 28 കുട്ടികളാണ് ഇതിൽ മരിച്ചിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരണമാണ് അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത്. ടെക്സസിലെ സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു. അവരാദ്യം കാണാനില്ല എന്ന വാർത്തയായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നെ അവർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ഇതുവരെയും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ, ടെക്സസിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഇത്ര കണ്ട് ദീർഘമായി ഇത്ര കണ്ട് മരണമുണ്ടാക്കിയ ഒരു അനുഭവം സമീപകാലത്തായി അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ ഒരു അപകടത്തെ നമുക്ക് കാണാൻ കഴിയുക. ഈ വലിയ നാശനഷ്ടങ്ങളാണ് ആ പ്രദേശത്തുടനീളം ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ചെളിയും ചതുപ്പുനിലങ്ങൾ പോലുള്ള ഇടങ്ങളായി മാറിത്തീർന്നതോടെ, വെള്ളം കയറിയതിലൂടെ ഈ രക്ഷാപ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. വലിയ പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തനത്തിൽ തീർക്കുന്നത് എന്നതുമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. വലിയ നാശനഷ്ടമാണ് ഓരോ കുടുംബത്തിനും ഉണ്ടാക്കിയിരിക്കുന്നത്. നിരവധി പേരാണ് മരിക്കാൻ ഇടയായിട്ടുള്ളത്. 180 പേരെ കാണാനില്ല എന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൽ പകുതി മുക്കാൽ പേരുടെയും മരണം സ്ഥിരീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം ഭീതിതമാണ് ആ പ്രദേശത്തെ സാഹചര്യം എന്ന് പറയുന്നത്. 4 ദിവസമായി ഈ സംഭവം ഉണ്ടായിട്ട് ജാഗ്രതയിലാണ് ഭരണകൂടം. ഇതിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. അതാണ് ഈ അപകടത്തിൻ്റെ അതായത് തോത് ഇത്രത്തോളം വർദ്ധിപ്പിച്ചത്, മരണസംഖ്യ ഇത്രത്തോളം കൂട്ടിയത്. ജനങ്ങൾക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്ന ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിപ്പോഴും നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മരണസംഖ്യ 109 എത്തുന്നു. 180 പേരെ കാണാനില്ല. കുട്ടികളാണ് അതിൽ ഏറ്റവും അധികവും. അതാണ് ഏറെ വേദനിപ്പിക്കുന്നതും. ചെയ്തു ശരി അഖില, ഈ മരണസംഖ്യയൊന്നും ഇനി ഉയരാതിരിക്കട്ടെ അല്ലേ. മാത്രമല്ല കാണാതായവരെയൊക്കെ വേഗം കണ്ടെത്താനും കഴിയട്ടെ, അവരെ ജീവനോടുകൂടി തന്നെ കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ.